ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മാത്സ് ആണ്. മാത്സിലെ 8ാമത്തെ യൂണിറ്റായ ടിക് 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 എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ സമയത്തെക്കുറിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. ഇതിൽ സമയം എങ്ങനെയാണ് എഴുതുക, സമയം എങ്ങനെയാണ് ഒരു സമയം നമ്മൾ വായിക്കേണ്ടത് എന്നൊക്കെയാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് പാഠം തുടങ്ങുന്ന സമയത്ത് ഒരു ഫാമിലിയെ നമുക്കവിടെ കാണാം. അവർ എന്തിനു വന്നതാണ്? സർക്കസ് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അമ്മ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, സമയം 3 മണിയായി, 4 മണിക്കല്ലേ പ്രദർശനം. നോക്കിക്കേ, ഇവിടെ ക്ലോക്ക് കണ്ടോ നിങ്ങൾ? ഇതിൽ ഒരു അടയാളപ്പെടുത്തിയിരിക്കുന്ന സമയം 3 മണിയാണ്. അപ്പോൾ നമുക്ക് സമയത്തെക്കുറിച്ച് ആദ്യം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരു ക്ലോക്കിൽ ഇതുപോലെ 3 സൂചികളാണ് ഉണ്ടായിരിക്കുക, കണ്ടോ? ഇതിൽ ഏറ്റവും കട്ടി കൂടിയ സൂചി അഥവാ ചെറിയ സൂചി നമ്മൾ മണിക്കൂർ സൂചിയാണ്. പിന്നെ അടുത്തത് അതിലേറെ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ സൂചി, ഏറ്റവും നീളമുള്ള സൂചി എന്താണ്? മിനിറ്റ് സൂചിയാണ്. തീരെ കനമില്ലാത്ത ചെറിയ നേരിയ ഈ സൂചി സെക്കൻഡ് സൂചിയാണ്. അപ്പോൾ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ഇങ്ങനെ 3 സൂചികളാണ് ഒരു ക്ലോക്കിൽ ഉണ്ടാവുക. ഇനി നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് സൂചി 60 തവണയാണ് 12-ൽ തുടങ്ങി നെക്സ്റ്റ് ആ 12 വരെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്ന വരെ സഞ്ചരിക്കുന്നത്. 12 തവണയാണ് അത് ടിക് 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 എന്ന് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 60 തവണ ഈ സെക്കൻഡ് സൂചി മൂവ് ചെയ്യുമ്പോൾ അത് 1 മിനിറ്റ് ആവും. പിന്നെ ഈ മിനിറ്റ് സൂചി 12-ൽ തുടങ്ങി അടുത്തതായിട്ട് കറങ്ങി 12 വരെ വരാൻ അതുപോലെ 60 തവണ മൂവ് ചെയ്യണം. അപ്പോൾ ഈ 60 മിനിറ്റ് ആവും. 60 മിനിറ്റ് ചേരുമ്പോൾ 1 മണിക്കൂറാവും. ബേസിക്കായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്? 60 സെക്കൻഡ് എന്ന് പറയുന്നത് = 1 മിനിറ്റാണ്. 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ഇനി ഒരു ദിവസത്തിൽ ആകെ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. ഇനി സമയം നോക്കേണ്ടത് നമുക്ക് 1 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, മണിക്കൂറിൻ്റെ ആണെങ്കിൽ നമ്മൾ ഏത് സംഖ്യയിലാണോ ഉള്ളത് ആ സംഖ്യ തന്നെ പറയും. അതായത് 1, 2, 3 എന്ന് തന്നെ പറയും. അത് നമ്മൾ മിനിറ്റിലേക്ക് പറയുന്ന സമയത്ത് 1 എന്നുള്ളത്, അതായത് മിനിറ്റ് സൂചി 1-ന് നേരെയാണെങ്കിൽ അത് 5 എന്നാണ് വായിക്കുക. 2-ലാണെങ്കിൽ 10, മിനിറ്റ് സൂചി 3-ലാണെങ്കിൽ 15, 4-ആണെങ്കിൽ 20, 5-ആണെങ്കിൽ 25, 6-ആണെങ്കിൽ 30, 7-ആണെങ്കിൽ 35, 8-ആണെങ്കിൽ 40, 9-ആണെങ്കിൽ 45, 10-ആണെങ്കിൽ 50, 11-ആണെങ്കിൽ 55, 12-ആണെങ്കിൽ 60. അങ്ങനെയാണ് നമ്മൾ മിനിറ്റ് സൂചി വായിക്കേണ്ടത്. അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മണിക്കൂർ സൂചി 1-ലും മിനിറ്റ് സൂചി 12-ലും ആണെങ്കിൽ നമുക്കതിന് 1 മണി എന്ന് പറയാം. അതുപോലെ മണിക്കൂർ സൂചി 2-ലും മിനിറ്റ് സൂചി 12-ന് നേരെയാണെങ്കിൽ നമുക്ക് 2 മണി എന്ന് പറയാം. മണിക്കൂർ സൂചി 3-ലും മിനിറ്റ് സൂചി 12-ലും ആണെങ്കിൽ നമുക്കതിന് 3 മണി എന്ന് പറയാം. ഇങ്ങനെ ഓരോ മണിക്കൂർ സൂചിയും ഏത് നമ്പറിലാണോ ആ നമ്പർ, പിന്നെ അതുപോലെ മിനിറ്റ് സൂചി നേരെ 12-ന് നേരെ വരുമ്പോൾ അത് അത്ര അവറാണ് എന്ന് നമുക്ക് പറയാം, അത്ര മണിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മണിക്കൂർ സൂചി 1-ലും മിനിറ്റ് സൂചി 1-ലും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1:05 എന്ന് പറയാം. മണിക്കൂർ സൂചി 1-ൽ മിനിറ്റ് സൂചി 2-ലാണെങ്കിൽ 1:10 എന്ന് പറയാം. മണിക്കൂർ സൂചി 1-ൽ നിന്ന് കുറച്ച് മാറി പിന്നെ മിനിറ്റ് സൂചി 3-ലാണെങ്കിൽ നമുക്ക് 1:15 എന്ന് പറയാം. മണിക്കൂർ സൂചി 1-നും 2-നും ഇടയിലും മിനിറ്റ് സൂചി 4-ലും ആണെങ്കിൽ 1:20 എന്ന് പറയാം. ഇങ്ങനെ മണിക്കൂർ സൂചി 1-നും 2-നും ഇടയിൽ, അതായത് 2-നോട് അടുത്തും മിനിറ്റ് സൂചി 11-ലും ആണെങ്കിൽ നമുക്ക് 1:55 എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് മണിക്കൂറും മിനിറ്റ് സൂചിയും കൂടെ വരുമ്പോൾ, മിനിറ്റ് സൂചി പല സംഖ്യകളിൽ വരുമ്പോൾ 5 വീതം അങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും ഡീപ്പായിട്ട് ഇതിൽ പഠിക്കാനില്ല, നിങ്ങൾക്ക് കുറച്ച് ടൈമേ പഠിക്കാനുള്ളൂ. എങ്കിലും ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവർ സർക്കസ് കാണാനാണ് പോകുന്നത്. അങ്ങനെ ഇവർ സർക്കസ് കൂടാരത്തിനടുത്തെത്തി. എത്തിയപ്പോൾ അവിടെ പ്രദർശന സമയം എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, പ്രദർശന സമയം ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 4 മണി, 7 മണി. പിന്നെ അവധി ദിവസങ്ങളിൽ പ്രത്യേക ഷോ രാവിലെ 10 മണി, രാത്രി 11 മണി. ഇനി ചോദ്യങ്ങൾ നോക്കാം. സർക്കസ് കൂടാരം കണ്ടില്ലേ? പ്രദർശന സമയം നോക്കൂ. അവധിയല്ലാത്ത ദിവസങ്ങളിൽ ആദ്യ പ്രദർശനം തുടങ്ങുന്നത് എത്ര മണിക്കാണ്? 1 മണിക്കാണ്. അവധി ദിവസത്തെ പ്രത്യേക പ്രദർശനം ഏതെല്ലാം സമയത്താണ്? രാവിലെ 10 മണി, രാത്രി 11 മണി. അവധി ദിവസം എത്ര പ്രദർശനമുണ്ട്? 2 പ്രദർശനങ്ങളാണ് ഉള്ളത്. അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിൽ എഴുതൂ. രാവിലെ 10 മണി, രാത്രി 11 മണി. സമയം നോക്കി അഭിനയിക്കാം. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് ഏതെല്ലാം സമയങ്ങളിലാണ് ചെയ്യുന്നത്? രാവിലെ ഉണരുന്നു, രാവിലെ 6 മണിക്കാണ്.
പല്ല് തേക്കുന്നു ഒരു 6:30 അല്ലെങ്കിൽ 7 മണി എന്ന് എഴുതാം, നമുക്ക് 7 മണിക്കാണ്. പിന്നെ കുളിക്കുന്നു ഒരു 8 മണിക്ക്. സ്കൂളിൽ പോകുന്നു 9 മണിക്ക്. ഉച്ചഭക്ഷണം കഴിക്കുന്നു ഉച്ചയ്ക്ക് 1 മണി. വീട്ടിലേക്ക് തിരിച്ചു വരുന്നു വൈകുന്നേരം 5 മണി. പിന്നെ പഠിക്കാനിരിക്കുന്നു രാത്രി 7 മണി. രാത്രി ഉറങ്ങുന്നു രാത്രി 10 മണി. ഇത് നിങ്ങളുടെ റുട്ടീൻ അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഴുതട്ടോ. താഴെ തന്നിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കൂ. രാവിലെ 6 മണിക്ക് എന്തായിരിക്കും? മിക്കവാറും ഉറക്കമെണീക്കലായിരിക്കും, അപ്പോൾ നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കലാണ്. രാവിലെ 7 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കലാണ്. വൈകിട്ട് 4 മണിക്ക് എന്തായിരിക്കാം? സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതായിരിക്കാം. രാവിലെ 10 മണിക്ക് സ്കൂളിലേക്ക് പോകുന്നതാവാം. രാത്രി 9 മണി ഉറക്കമാവാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അഭിനയിച്ച് കാണിക്കുക. സമയം എത്രയായി? തൻവിയുടെ ക്ലാസ് തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ. മിനിറ്റ് സൂചി 12-ലും മണിക്കൂർ സൂചി 10-ലുമാണ്. അപ്പോൾ സമയം 10 മണി. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? മണിക്കൂർ സൂചി നമ്പറിലും മിനിറ്റ് സൂചി 12-ലും ആണെങ്കിൽ ആ നമ്പർ എത്രയാണോ അത്ര സമയമാണെന്നാണ് നമ്മൾ പറയുക. അതായത് ഇവിടെ മണിക്കൂർ സൂചി 10-ലും മിനിറ്റ് സൂചി 12-ലുമാണ്, അപ്പോൾ അതിന് 12 മണി എന്ന് പറയാം. ചെറിയ സൂചി മണിക്കൂർ സൂചിയും വലിയ സൂചി മിനിറ്റ് സൂചിയും ആണ്. മുത്തശ്ശിയെ കാണാൻ. തൻവി, നാളെ മുത്തശ്ശിയെ കാണാൻ പോകുമല്ലേ? രാവിലെ എണീക്കണേ. ഹായ്, നാളെ മുത്തശ്ശിയെ കാണാലോ. അപ്പോൾ തൻവി നേരത്തെ ഉണർന്നു. തൻവി ഉണർന്ന സമയം എത്രയാണെന്ന് നമുക്ക് ആ ക്ലോക്കിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, എത്രയാണ്? മണിക്കൂർ സൂചി 6-ലും മിനിറ്റ് സൂചി 12-ലുമാണ്. അപ്പോൾ എത്രയാണ് വായിക്കുക? 6 മണി എന്നാണ് വായിക്കുക. ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോൾ സമയം എത്രയാണ്? നോക്കിക്കേ, മണിക്കൂർ സൂചി ഇവിടെ 7-നും 8-നും ഇടയിലാണ്, നടുവിലായിട്ടാണുള്ളത്. മിനിറ്റ് സൂചി 6-ന് നേരെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മക്കളെ വായിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, മിനിറ്റ് സൂചി 1-ന് നേരെയാണെങ്കിൽ 5, 2 10, 3 15, 4-ന് നേരെയാണെങ്കിൽ 20, 5-ന് നേരെയാണെങ്കിൽ 25, 6-ന് നേരെയാകുമ്പോൾ 30 അല്ലേ? അപ്പോൾ 7-നും 8-നും ഇടയിലാണ് മണിക്കൂർ സൂചി ഉള്ളത്. അപ്പോൾ 7 8 വായിക്കേണ്ടത്? ചെറിയ സംഖ്യയാണ് വായിക്കേണ്ടത്. അതായത് മണിക്കൂർ സൂചി 7-ൽ നിന്ന് 8-ലേക്ക് പോവുകയല്ലേ? 8-ൽ നിന്ന് 7-ലേക്ക് വരികയല്ലല്ലോ, 7-ൽ നിന്ന് 8-ലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ 7 മണി 30 മിനിറ്റ്, 7:30 ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 7:30 എന്നും പറയാം. മിനിറ്റ് സൂചി 6-ന് നേരെ ആകുമ്പോൾ നമുക്കതിനെ 30 എന്നും പറയാം, അല്ലെങ്കിൽ 7:30 എന്നും പറയാം. ഓക്കെ. മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങാൻ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. നമ്മൾ ആദ്യം പഠിച്ചത് മിനിറ്റ് സൂചി 12-ൽ തുടങ്ങി ആ 12-ലേക്ക് തന്നെ എത്താൻ ഒരു തവണ മുഴുവനായിട്ട് ആ ക്ലോക്ക് കറങ്ങാൻ 60 തവണ ടിക് 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 എന്ന് പറഞ്ഞു പോകണം. അപ്പോൾ 1 മണിക്കൂറാവും എന്ന് നമുക്ക് പറയാം. പുറപ്പെടാം. ബസ് വരാറായി. നേരത്തെ പുറപ്പെട്ടാൽ വൈകാതെ എത്താം. അച്ഛൻ പറയുന്നതാണല്ലേ. തൻവി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം എത്രയാണ്? അച്ഛൻ്റെ വാച്ച് നോക്കിക്കേ. മണിക്കൂർ സൂചി 8-ലും മിനിറ്റ് സൂചി 12-ലുമാണ്. അപ്പോൾ 8 മണിയാണ്. അങ്ങനെ തൻവിയും ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ മുത്തശ്ശിയുടെ അടുത്തെത്തി. മുത്തശ്ശിയുടെ വീട്ടിൽ. തൻവി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ സമയം നോക്കൂ. നമുക്ക് ക്ലോക്കിൽ അവിടെ തന്നിട്ടുണ്ട്. മണിക്കൂർ സൂചി 9-നും 10-നും ഇടയിലാണ്. മിനിറ്റ് സൂചി 6-ലാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പറയാം? 9 മണി 30 മിനിറ്റ്. ഈ സമയത്ത് നമുക്ക് എന്തുകൂടെ പറയാം? 9:30 എന്നുകൂടെ പറയാം അല്ലേ? 30-ന് നേരെ 6-ന് നേരെ ആകുമ്പോൾ നമുക്ക് 30 എന്നും പറയാം, അര എന്നും പറയാം, 9:30 എന്നും പറയാം. ക്ലോക്കും സമയവും നോക്കി പൂരിപ്പിക്കുക. നമുക്കിവിടെ ക്ലോക്കിൽ പല സമയങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ താഴെ പല സമയങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, എഴുതിയതും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്ലോക്കിലെയും സമയം എത്രയാണെന്നാണ് ഇവിടെ നോക്കേണ്ടത്. ആദ്യത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി 7-ലും മിനിറ്റ് സൂചി 12-ലുമാണ്. അപ്പോൾ അത് 7 മണിയാണ്. 7 മണി എന്ന് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെയാണ്. അപ്പോൾ അത് സി ആണ്. ഒന്നാമത്തെ ക്ലോക്കിൽ സി ആണ്. ഇനി രണ്ടാമത്തെ ക്ലോക്ക് നോക്കൂ. മണിക്കൂർ സൂചി 10-ലും മിനിറ്റ് സൂചി 12-ലും. അപ്പോൾ 10 മണിയാണ്. അതായത് 2D ആണ്. മൂന്നാമത്തേത് മണിക്കൂർ സൂചി 3-ലും മിനിറ്റ് സൂചി 12-ലുമാണ്. അപ്പോൾ 3 മണി, അതായത് 3A. നാലാമത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി 5-ഉം മിനിറ്റ് സൂചി 12-ഉം. അപ്പോൾ 5 മണിയാണ് സമയം, അതായത് 4E. അവസാനത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി 11-ഉം മിനിറ്റ് സൂചി 12-ഉമാണ്. അപ്പോൾ 11 മണിയാണ്. 11 മണി എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അഞ്ചാമത്തേത് ബി. പട്ടിക പൂർത്തിയാക്കുക. നമുക്കിവിടെ ക്ലോക്കുകൾ അതിൽ പല സമയങ്ങൾ തന്നിട്ടുണ്ട്. അതിന് മണിക്കൂർ സൂചി എവിടെയാണ്, മിനിറ്റ് സൂചി എത്രയിലാണ്, അതുപോലെ സമയം എങ്ങനെയാണ് വായിക്കേണ്ടത്, ഈ 3 കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി 11-ന് നേരെയാണ്, മിനിറ്റ് സൂചി 12-ന് നേരെയാണ്. അപ്പോൾ സമയം 11 മണിയാണ്. രണ്ടാമത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി 4-ന് നേരെയാണ്, മിനിറ്റ് സൂചി 12-ന് നേരെയാണ്. അപ്പോൾ സമയം 4 മണി. മൂന്നാമത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി 4-നും 5-നും നടുക്കാണ്,
മിനിറ്റ് സൂചി 6-ന് നേരെയാണ്. അപ്പോൾ സമയം 4:30 അല്ലെങ്കിൽ അതിനെ 4:30 എന്നും പറയാം. നാലാമത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി 3-നും 4-നും നടുവിലാണ്. മിനിറ്റ് സൂചി 6-ന് നേരെയാണ്. അപ്പോൾ അതിനെ നമുക്ക് 3:30 എന്ന് പറയാം, അല്ലെങ്കിൽ 3:30 എന്നും പറയാം. സമയം നോക്കി സൂചികൾ വരയ്ക്കൂ. നമുക്കിവിടെ ആദ്യം 4 ക്ലോക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ പക്ഷേ സൂചികളൊന്നുമില്ല, സമയം എഴുതിയിട്ടുണ്ട്. ആ സമയം ഈ ക്ലോക്കിൽ നമ്മൾ വരച്ചു കൊടുക്കണം. ആദ്യത്തെ ക്ലോക്കിൽ 6 മണിയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരും മക്കളെ? മണിക്കൂർ സൂചി 6-ലും മിനിറ്റ് സൂചി 12-ലും. രണ്ടാമത്തെ ക്ലോക്കിൽ 5:30 അപ്പോൾ മണിക്കൂർ സൂചി 5-നും 6-നും നടുക്ക്, മിനിറ്റ് സൂചി 6-ന് നേരെ. മൂന്നാമത്തെ ക്ലോക്കിൽ സമയം 8 മണിയാണ്. അപ്പോൾ മണിക്കൂർ സൂചി 8-ന് നേരെ, മിനിറ്റ് സൂചി 12-ന് നേരെ. നാലാമത്തെ ക്ലോക്കിൽ 1:30 സമയം, അല്ലെങ്കിൽ 1:30 സമയം. അപ്പോൾ മണിക്കൂർ സൂചി 1-നും 2-നും നടുക്ക്, മിനിറ്റ് സൂചി 6-ന് നേരെ. ഇനി തൻവിയും കുടുംബവും കൂടെ പാർക്കിലേക്ക് പോയി. തൻവി ഇപ്പോൾ പാർക്കിലാണ്. സമയം എത്രയായി നോക്കിക്കേ. പാർക്കിൽ അവിടെ സമയം തന്നിട്ടുണ്ട്. ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചി 4-നും 5-നും നടുക്കാണ്, മിനിറ്റ് സൂചി 6-ന് നേരെയാണ്. അപ്പോൾ 4:30 അല്ലെങ്കിൽ 4:30 എന്നും പറയാം. ഇത് 5:30 എന്ന് എഴുതരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മണിക്കൂർ സൂചി 5-ലേക്ക് എത്തിയിട്ടില്ല. 5-ലേക്ക് എത്തിയാലാണ് 5 മണിയാവുക. 4-ൽ നിന്ന് മണിക്കൂർ സൂചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4:30. തൻവി പാർക്കിൽ നിന്നും ഇറങ്ങുന്ന സമയമാണ് ക്ലോക്കിൽ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് നമുക്ക് ഈ സമയത്ത് എങ്ങനെ വായിക്കാം? മണിക്കൂർ സൂചി 6-ലാണ്. 6-ൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. മിനിറ്റ് സൂചി 3-ലാണ്. അപ്പോൾ 1-ലാണെങ്കിൽ 5, മിനിറ്റ് സൂചി 2-ലാണെങ്കിൽ 10, മിനിറ്റ് സൂചി 3-ലാവുമ്പോൾ 15 അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അപ്പോൾ 6 മണിക്കൂർ, മണിക്കൂർ സൂചി 6-നും 7-നും നടുക്കിൽ ഇടയിലായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മണിക്കൂർ സൂചി 6 കഴിഞ്ഞും മിനിറ്റ് സൂചി 3-ലുമാണ്. അപ്പോൾ സമയം 6:15 എന്നാണ്. ഇതിനെ നമുക്ക് 6:15 എന്നും പറയാം. അപ്പോൾ 6-ലേക്ക് എത്തുമ്പോൾ, അതായത് 30 നമ്മൾ അതിനെ അര എന്ന് പറയും. 3-ന് നേരെ, അതായത് 15 നമ്മൾ അതിനെ 1/4 എന്ന് പറയും. 6:15 എന്നും പറയാം. തൻവി പാർക്കിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയ സമയം നോക്കൂ. ക്ലോക്കിൽ തന്നിട്ടുണ്ട്. മണിക്കൂർ സൂചി 6-ൽ നിന്ന് 7-ന് അടുത്തേക്ക് എത്തുന്നു അല്ലേ? ഏകദേശം 7-ന്റെ അടുത്തെത്തി, 7-ലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മിനിറ്റ് സൂചി 9-ലാണ്. അപ്പം മിനിറ്റ് സൂചി 9-ലാവുമ്പോൾ നമുക്കറിയാം, നമ്മൾ 1-ലാണെങ്കിൽ 5, 2-ലാണെങ്കിൽ 10, 3-ലാണെങ്കിൽ 15, അങ്ങനെ വന്ന് 9-ലാവുമ്പോൾ 45 അല്ലേ? അപ്പോൾ സമയം 6:45. 7 മണി എന്ന് പറയരുത്, കാരണം 7-ലേക്ക് എത്തിയിട്ടില്ല. 7-ലേക്ക് ആ മണിക്കൂർ സൂചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, 6-ൽ നിന്ന് 7-ലേക്ക് ആ മണിക്കൂർ സൂചി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 6 എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. 6:45, അല്ലെങ്കിൽ ഈ സമയത്തെ നമുക്ക് 6:45 എന്നും പറയാം. അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 6-ന് നേരെയാണെങ്കിൽ, മിനിറ്റ് സൂചി 6-ന് നേരെയാണെങ്കിൽ അതിന് നമുക്ക് 30 എന്ന് പറയാം. 30 മിനിറ്റാണ്. അതിനെ അര എന്നും പറയാം. മിനിറ്റ് സൂചി 3-ന് നേരെയാണെങ്കിൽ അതിനെ 15 മിനിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ 1/4 എന്നും പറയാം. മിനിറ്റ് സൂചി 9-ന് നേരെയാണെങ്കിൽ അതിന് 45 മിനിറ്റ് എന്ന് പറയാം, അഥവാ 1/4 എന്നും പറയാം. സമയം നോക്കി സൂചികൾ വരച്ച് പട്ടിക പൂർത്തിയാക്കുക. നമുക്കവിടെ 6 ക്ലോക്കുകൾ തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. അത് വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിൽ ആ ക്ലോക്കിൽ നിങ്ങൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും വരച്ചു കൊടുക്കണം. ആദ്യത്തേത് 10:30 അല്ലെങ്കിൽ 10:30 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ വരയ്ക്കാം? മണിക്കൂർ സൂചി 10-നും 11-നും നടുക്ക്, മിനിറ്റ് സൂചി 6-ന് നേരെ. അടുത്തത് 10:45 അല്ലെങ്കിൽ 10:45. അപ്പോൾ 10-ൽ നിന്ന് 11-നോട് അടുക്കുന്നു, 11-ലേക്ക് എത്തിയിരിക്കുന്നു. മിനിറ്റ് സൂചി 9-ന് നേരെ. അടുത്തത് 11:15 അല്ലെങ്കിൽ 11:15. അപ്പോൾ അത് 11-നും 12-നും ഇടയിലായിട്ട്, 12-ന്റെ നടുവിലേക്ക് എത്തിയിട്ടില്ല, 11-ൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ. മിനിറ്റ് സൂചി 3-ന് നേരെ. അടുത്ത സമയം 11:45 അതിനെ നമുക്ക് 11:45 എന്നും പറയാം. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? മണിക്കൂർ സൂചി 12-നോട് അടുക്കുന്നു, 11-ൽ നിന്ന് മാറി 12-ലേക്ക് അടുക്കുന്നു. മിനിറ്റ് സൂചി 9-ന് നേരെ. അടുത്ത ക്ലോക്ക് 12:15 അതിന് നമുക്ക് 12:15 എന്ന് പറയാം. 12-നും 1-നും നടുവിലല്ല, ഇടയ്ക്കാണ്. 12-ൽ നിന്ന് കുറച്ച് മാറി, മിനിറ്റ് സൂചി 3-ന് നേരെ. അടുത്തത് 12:30 അല്ലെങ്കിൽ 12:30 എന്നും പറയാം. അപ്പോൾ 12-നും 1-നും നടുവിലായിട്ടാണ് സൂചി വരിക, മണിക്കൂർ സൂചി വരിക. മിനിറ്റ് സൂചി 6-ന് നേരെ. എൻ്റെ വിദ്യാലയം. അടുത്ത ദിവസം തൻവി സ്കൂളിലെത്തി. ഇപ്പോൾ സമയം എത്രയാണ്? 9:30 അല്ലെങ്കിൽ 9:30. ഈ സമയം ക്ലോക്കിൽ വരയ്ക്കൂ. 9:30 എങ്ങനെ വരയ്ക്കാം? മണിക്കൂർ സൂചി 9-നും 10-നും നടുവിലാണ്, മിനിറ്റ് സൂചി 6-ന് നേരെയാണ്.
തൻവി സ്കൂളിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത് എങ്കിൽ ക്ലാസ് തുടങ്ങിയ സമയം എത്രയാണ്? തൻവി സ്കൂളിലെത്തിയത് 9:30-ക്കാണ് അല്ലെങ്കിൽ 9:30-നാണ്. അവിടെ നിന്ന് അരമണിക്കൂർ കൂടെ കഴിഞ്ഞു. അതായത് ക്ലോക്കിലെ പകുതി ഭാഗം കഴിഞ്ഞു. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് അല്ലേ? അപ്പോൾ 9:30-യിൽ നിന്ന് 30 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എത്രയായി? 9:30-യിൽ നിന്ന് 9:30-ൽ നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞാൽ 9:35, 10 മിനിറ്റ് കഴിഞ്ഞാൽ 9:40, 15 മിനിറ്റ് കഴിഞ്ഞാൽ 9:45, 20 മിനിറ്റ് കഴിഞ്ഞാൽ 9:50, 25 മിനിറ്റ് കഴിഞ്ഞാൽ 9:55, 30 മിനിറ്റ് കഴിഞ്ഞാൽ എത്രയാ? 10 മണി അല്ലേ? അപ്പോൾ 30 മിനിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അരമണിക്കൂർ. അതുകൊണ്ട് ക്ലാസ് തുടങ്ങിയ സമയം 10 മണിയാണ്. സമയം ഡിജിറ്റലായി കാണുന്നത് പോലെ എഴുതൂ. ദേ നോക്കിക്ക്, 10 ഇട്ടിട്ട് 2 ഡോട്ട് ഇടുക, എന്നിട്ട് 00 അങ്ങനെയാണ് നമ്മൾ ഡിജിറ്റലായിട്ട് എഴുതുക. 10 മണി എന്നുള്ളത് എഴുതുക കേട്ടോ. ക്ലാസ് തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞുള്ള സമയം ക്ലോക്കിൽ വരയ്ക്കൂ. 10 മണിക്കാണ് ക്ലാസ് തുടങ്ങിയത്. അവിടെ നിന്ന് 15 മിനിറ്റ് കഴിയുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തും മക്കളെ? 10:15 അല്ലേ? അപ്പോൾ 10:15 എങ്ങനെ വരയ്ക്കാം? മണിക്കൂർ സൂചി 10-ൽ നിന്ന് കുറച്ച് മാറി 10-നും 11-നും ഇടയിലായിട്ട് മിനിറ്റ് സൂചി 3-ന് നേരെ. ആദിത്യ, തൻവി വായിച്ച വാർത്ത നോക്കൂ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. വിക്ഷേപണം 2023 സെപ്റ്റംബർ 2-ന്. ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തും. 2023 സെപ്റ്റംബർ മാസത്തെ കലണ്ടറാണ് നമുക്ക് തന്നിട്ടുള്ളത്. സെപ്റ്റംബർ 2 എന്ന് പറയുമ്പോൾ ശനിയാഴ്ച അല്ലേ? ഇനി സെപ്റ്റംബർ 5 മുതൽ 23 വരെ എത്ര ദിവസമുണ്ട്? എണ്ണി നോക്കൂ മക്കളെ. 18 ദിവസങ്ങളാണ് ഉള്ളത്. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നത്തെ തീയതി എത്രയാണ്? മക്കൾക്ക് ഈ ടീച്ചർ ഈ വർക്ക് എന്നാ തരുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ തീയതി എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഇന്നത്തെ തീയതി എന്ന് പറയുന്നത് 28ആണ്. ക്ലാസ്സിലെ കലണ്ടറിൽ ഈ തീയതി അടയാളപ്പെടുത്തൂ. അത് നിങ്ങൾ ചെയ്യണം. ഏത് മാസമാണിത്? ഇത് നവംബർ മാസമാണ്. ഇന്ന് ആഴ്ചയിലെ ഏത് ദിവസമാണ്? അതായത് നിങ്ങൾക്ക് ഞാനിത് എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് നവംബർ 28ആണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്? ആ ഒരു ദിവസമായിട്ട് എനിക്ക് എക്സാമ്പിൾ തരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ വർക്ക് എന്നാ കിട്ടുന്നോ ആ ദിവസത്തിനനുസരിച്ച് വേണം എഴുതാൻ. അപ്പോൾ നവംബർ 28 എന്ന് പറയുന്നത് ആഴ്ചയിലെ ഏത് ദിവസമാണ്? വ്യാഴാഴ്ചയാണ്. ഇന്നലെ ഏത് ദിവസമായിരുന്നു? ബുധനാഴ്ചയായിരുന്നു. നാളെ ഏത് ദിവസമാണ്? വെള്ളിയാഴ്ചയാണ്. ഈ മാസം 1-ാം തീയതി ഏത് ദിവസമാണ്? നവംബർ 1 വെള്ളിയാഴ്ചയായിരുന്നു. ഈ മാസത്തെ അവസാന ദിവസം ഏതാണ്? അതായത് നവംബർ 30ആണ്. 30 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നവംബർ 30 എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കലണ്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ദിവസം എന്നാണോ, നിങ്ങൾക്ക് ഈ വർക്ക് തരുന്ന ദിവസം എന്നാണോ, അതിനെ അടിസ്ഥാനമാക്കി വേണം എഴുതാൻ. ജന്മദിനം. നിങ്ങളുടെ ജന്മദിനം ഈ വർഷത്തെ കലണ്ടറിൽ അടയാളപ്പെടുത്തൂ. നിങ്ങൾ ചെയ്യുമല്ലോ. നിങ്ങളുടെയും കൂട്ടുകാരുടെയും ജന്മദിനങ്ങൾ കലണ്ടറിൽ നോക്കി ചാർട്ടിൽ എഴുതൂ. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വർക്കാണ്. കലണ്ടർ നോക്കൂ, ഉത്തരം കണ്ടുപിടിക്കൂ. വർഷം ആരംഭിക്കുന്ന മാസം ഏതാണ് മക്കളെ? ജനുവരിയാണ്. ഈ വർഷം ജനുവരി 1 ഏത് ദിവസമാണ്? ജനുവരി 1 തിങ്കളാഴ്ചയായിരുന്നു. ജനുവരി 31 ഏത് ദിവസമാണ്? ബുധനാഴ്ചയായിരുന്നു. പൂർത്തിയാക്കൂ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ. ഈ വർഷം ഓഗസ്റ്റ് 15 ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 15 ഈ വർഷത്തേത് വ്യാഴാഴ്ചയായിരുന്നു. ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ 22ആണ്. ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തൂ. അത് നിങ്ങൾ ചെയ്യണം. ഇനി മാസങ്ങളുടെ പേര് ക്രമത്തിലെഴുതൂ. എളുപ്പമല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 12 മാസങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. ക്ലോക്കും സൂചിയും. തന്നിരിക്കുന്ന സമയം നോക്കൂ. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ക്ലോക്കിൽ വരയ്ക്കൂ. ആദ്യത്തേത് 1 മണിയാണ്. 1 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 1-ന് നേരെ, മിനിറ്റ് സൂചി 12-ന് നേരെ. രണ്ടാമത്തേത് 9:45 അല്ലെങ്കിൽ 9:45 അപ്പോൾ മണിക്കൂർ സൂചി 9-നും 10-നും ഇടയിൽ, 10-നോട് അടുക്കുന്നു. മിനിറ്റ് സൂചി 9-ന് നേരെ. മൂന്നാമത്തേത് 2:30 അല്ലെങ്കിൽ 2:30 അപ്പോൾ മണിക്കൂർ സൂചി 2-നും 3-നും നടുക്ക്, മിനിറ്റ് സൂചി 6-ന് നേരെ. നാലാമത്തേത് 9:15 അല്ലെങ്കിൽ 9:15 അപ്പോൾ മണിക്കൂർ സൂചി 9-ൽ നിന്ന് കുറച്ച് മാറിയിട്ട് 10-ലേക്ക് എത്തിയിട്ടില്ല, മിനിറ്റ് സൂചി 3-ന് നേരെ. ചോദ്യം 2. മാസങ്ങൾ. ഓരോ മാസത്തിലെയും ദിവസങ്ങളുടെ എണ്ണം പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. 30 ദിവസമുള്ള മാസങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് മക്കളെ? ഏപ്രിൽ ഉണ്ട്, ജൂൺ ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, നവംബർ ഉണ്ട്. ഓക്കെ, ഇത്രയും മാസങ്ങളാണുള്ളത്. 31 ദിവസമുള്ള മാസങ്ങൾ ഏതെല്ലാം? ജനുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, മെയ് ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്,
ഒക്ടോബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്. കലണ്ടർ നോക്കൂ. നമുക്ക് 2025 ജനുവരി മാസത്തെ കലണ്ടറാണ് തന്നിട്ടുള്ളത്. ഉത്തരം എഴുതുക. ഇനി നോക്കിയിട്ട് തന്നിരിക്കുന്ന കലണ്ടർ ഏത് വർഷത്തെയാണ്? 2025 മാസം ഏതാണ്? ജനുവരിയാണ്. ഈ മാസം എത്ര ദിവസമുണ്ട്? 31 ദിവസങ്ങളാണുള്ളത്. തൊട്ട് മുൻപുള്ള മാസം ഏതാണ്? അതായത് ജനുവരി ആവുന്നതിന് മുന്നേ തൊട്ട് മുൻപുള്ള മാസം ഏതാണ്? 2024 ആവും. അപ്പോൾ 2024 ഡിസംബറാണ്. ആ മാസത്തെ അവസാന ദിവസം ഏതാണ്? അവസാന ദിവസമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ജനുവരി 1 എന്ന് പറയുന്നത് ബുധനാണ്. അപ്പോൾ ഡിസംബർ 31 എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേയുള്ള ദിവസം എന്ന് പറയുന്നത് എന്തായിരിക്കും? ബുധൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസമായിരിക്കും അല്ലേ? അതേതാണ്? ചൊവ്വയാണ്. ഈ മാസത്തെ ആദ്യ ദിവസം ഏതാണ്? അതായത് നവംബർ 1 ഏതാണ്? നവംബർ 1 വെള്ളിയാഴ്ചയായിരുന്നു. ഈ മാസത്തെ ഏതെല്ലാം തീയതികളിലാണ് ഞായറാഴ്ച വരുന്നത്? മക്കൾക്ക് കലണ്ടറിൽ നോക്കിയാൽ കാണാൻ പറ്റും. 3, 10, 17, 24 എന്നീ ദിവസങ്ങളാണ് ഞായറാഴ്ച വരുന്നത്. 1, 8, 15, 22, 29 എന്നീ തീയതികൾ വരുന്ന ദിവസം ഏതാണ്? വെള്ളിയാണ്. അടുത്ത മാസം ഏതാണ്? നവംബർ കഴിഞ്ഞാൽ അടുത്ത മാസം ഡിസംബർ ആണ്. അടുത്ത മാസത്തെ ആദ്യ ദിവസം ഏതാണ്? അതായത് ഡിസംബർ 1 ഏതാണെന്നാണ് ചോദ്യം. ഡിസംബർ 1 ഞായറാഴ്ചയാണ്. മറ്റന്നാൾ ശനിയാഴ്ചയാണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരുന്നു? മറ്റന്നാൾ ശനിയാഴ്ചയാണെങ്കിൽ നാളെ ഏതാണ്? വെള്ളിയാണ്. അപ്പോൾ ഇന്ന് വ്യാഴമാണ്. ഇന്നലെ ബുധനാവും. റിപ്പബ്ലിക് ദിനം കലണ്ടറിൽ അടയാളപ്പെടുത്തുക. റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി 26 അത് മക്കൾ കലണ്ടറിൽ നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ടിക് 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 എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്